ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും അധ്യാപക സുഹൃത്തുക്കൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പൊ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് വേറൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. അസിം പ്രേംജി ഫൗണ്ടേഷനിലെ ടീച്ചേഴ്സിന്റെ വേക്കൻസി, അതുപോലെ തന്നെ റിസോഴ്സ് പേഴ്സന്റെ വേക്കൻസി ഉണ്ട്. ഓക്കെ, കേറ്ററ്റ് സീറ്ററ്റ് ഒന്നും മാൻഡേറ്ററി അല്ല, അതുപോലെ തന്നെ ഫീയും ഇല്ല, ഫ്രീ ആയിട്ടാണ് അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ വീഡിയോ നിങ്ങൾ കാണുക. അപ്ലൈ ചെയ്യാൻ കഴിയുന്നവർ അത് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ നിങ്ങളെ കൂട്ടുകാരുണ്ടെങ്കിൽ കൂട്ടുകാരിലേക്ക് ആ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അതോടൊപ്പം തന്നെ പറയാനുള്ളത്, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കോഴ്സുകളിലേക്കുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. നമ്മുടെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന RRB ടീച്ചിന്റെ കോഴ്സും, അതുപോലെ തന്നെ HSA നാച്ചുറൽ സയൻസ്, HSA ജനറൽ ബാച്ചിന്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതുപോലെ ഇനി അഡ്മിഷൻ ഉടനെ തന്നെ നടക്കുന്നത് KVS, NVS, കേറ്ററ്റ്, സീറ്ററ്റിന്റെ കോഴ്സുകളൊക്കെ ഉടനെ തന്നെ ആരംഭിക്കുന്നു. കഴിഞ്ഞ ദിവസം അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നതാണ്. കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം അത് അപ്ഡേഷൻ ചെയ്യാൻ കഴിഞ്ഞില്ല. ഓക്കെ, അപ്പോൾ ഉടൻ തന്നെ നാളെയോ മറ്റന്നാളോ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്തതിന് എല്ലാവരോടും സോറി. ഓക്കെ, ഉടൻ തന്നെ അഡ്മിഷൻ ആരംഭിക്കുന്നതാണ്. അപ്പം ബാക്കിയുള്ള കോഴ്സുകളിലേക്ക് RRB ടീച്ചർ, HSA നാച്ചുറൽ സയൻസ്, HSA ജനറൽ ബാച്ച്, അതുപോലെ LP UP ലോങ് ടേം ബാച്ച്, ഇവയിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ നമ്പറിൽ, വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചോ മെസ്സേജ് അയച്ചോ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ അതുപോലെ തന്നെ അപ്പൊ ഇത്തരത്തിലുള്ള ഈ വീഡിയോസ് തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുകയും നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് സെക്ഷനിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഏറ്റവും വിലപ്പെട്ടതായിട്ട് കരുതുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതുപോലെ തന്നെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. ഈ നമ്പറിലോ അല്ലെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിലോ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത് ഇനി പറയാൻ പോകുന്നതും ഒരു ടീച്ചർ വേക്കൻസിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള 2025-26 വർഷത്തിലേക്കുള്ള ടീച്ചർ വേക്കൻസിയാണ്. എയർഫോഴ്സ് സ്കൂൾ ചവ്വ, എയർഫോഴ്സ് സ്റ്റേഷൻ ചവ്വ, ദിബ്രുഗഡ്, അസ്സാം. ഓക്കെ, ദിബ്രുഗഡ് അസ്സാമിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അതിന്റെ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ സയൻസ്, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ മാത്സ്, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ സോഷ്യൽ സയൻസ്, അതുപോലെ തന്നെ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ ഇംഗ്ലീഷ്, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ ഹിന്ദി, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ സംസ്കൃതം, PRT ഉണ്ട്. PRT ഗെയിംസ് ടീച്ചറാണ്, കോൺട്രാക്ച്വൽ ആണ്. PRT ഹെൽത്ത് ആൻഡ് വെൽനസ് ടീച്ചർ, അത് കോൺട്രാക്ച്വൽ ആണ്. ഓക്കെ, അതുപോലെ തന്നെ PRT സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, അതുപോലെ തന്നെ പാർട്ട് ടൈം ഇൻസ്ട്രക്ടർ, ഡ്രോയിങ് ടീച്ചർ. ഓക്കെ, ഇത്രയും വേക്കൻസികളാണ് വിളിച്ചിട്ടുള്ളത്. അപ്പൊ കുറച്ച് വേക്കൻസികൾ കോൺട്രാക്ച്വലും കുറച്ച് സ്ഥിരമായിട്ടുള്ള വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതിന്റെ ക്വാളിഫിക്കേഷൻസ് ഇവിടെ നിങ്ങൾക്ക് അവർ പറഞ്ഞിരിക്കുന്ന ബേസ് അനുസരിച്ചുകൊണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രാജുവേറ്റ് ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ബാച്ചിലർ ഡിഗ്രി അല്ലെങ്കിൽ വിത്ത് BEd ആണ്. ഓക്കെ, അപ്പോൾ സീറ്ററ്റോ കേറ്ററ്റോ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപകാരപ്രദമാണെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ നോട്ടിഫിക്കേഷൻ നോക്കിയ ശേഷം ഇത് നമ്മുടെ ടെലഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. തീർച്ചയായിട്ടും ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. ക്വാളിഫിക്കേഷൻസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വായിച്ചു നോക്കിയിട്ട് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ഇനി പറഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് വരാം. ഓക്കെ, നിങ്ങൾ ഗൂഗിളിൽ എയർഫോഴ്സ് സ്കൂൾ ചവ്വ എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, അല്ലെങ്കിൽ AF സ്കൂൾ ചവ്വ എന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ www.afschoolchavva.in എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അഡ്രസ് കിട്ടും. അതിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ വെബ്സൈറ്റിലേക്ക് പോകും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇവിടെ തന്നെ ഫസ്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ, ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ നിങ്ങൾ ഇങ്ങനെ ഈ വേക്കൻസി കാണിക്കും. നോക്കിയോ, രണ്ടാമതായിട്ട് റിക്രൂട്ട്മെന്റ്, എംപ്ലോയ്മെന്റ് ഓഫ് അക്കാഡമിക് സ്റ്റാഫ് ഫോർ ദി സെക്ഷൻസ് 2025-26. അപ്പൊ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ ഈ കാണിച്ച ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ കാണാൻ പറ്റുന്നതായിരിക്കും.
ഓക്കെ, അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ വായിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. വുമൻസിനും, അതായത് ഇതിന്റെ എടുത്തു പറയേണ്ട കാര്യങ്ങള്, പ്രായപരിധി എന്ന് പറയുന്നത് 21 വയസ്സ് മുതൽ 50 വയസ്സ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, 21 വയസ്സ് മുതൽ 50 വയസ്സ് വരെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. 21 മുതൽ 50 വയസ്സ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് അപ്ലൈ ചെയ്യാം. അപ്പൊ ഏജ്, അതായത് PSC അയക്കാൻ പറ്റിയില്ല, ഏജ് കഴിഞ്ഞു എന്ന് വിഷമിച്ചിരിക്കുന്നവർക്കൊക്കെ ഈ മുകളിൽ പറഞ്ഞ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ വുമൻ കാൻഡിഡേറ്റ്സിനും ഫിസിക്കലി ചേഞ്ചർ ആയിട്ടുള്ളവർക്ക് ഏജ് റിലാക്സേഷൻ 5 വർഷം. അതായത് ഇപ്പൊ എക്സാമ്പിൾ TGTയുടെ പ്രായപരിധി എന്ന് പറയുന്നത്, നോർമൽ ഏജ് എന്ന് പറയുന്നത് 35 വയസ്സാണ്, പക്ഷെ 40 വയസ്സാണ്. പക്ഷെ 5 വിമൺ ആണെങ്കിൽ 5 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ വിചാരിക്കും ഹിന്ദി, ഈ ആസാമിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തെ ഹിന്ദി ഭയങ്കര ഫ്ലുവൻസ് ആയിരിക്കണമെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. വേണ്ട ഇഷ്യൂസ് ഇല്ല. നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പഠിപ്പിക്കാൻ അറിയാം. അപ്പൊ ഇംഗ്ലീഷ് ഫ്ലുവൻസി ഉണ്ടോ, ഉറപ്പായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതായത് അവിടെ പറയുന്നത് ഷുഡ് ബി ഏബിൾ ടു റീഡ്, റൈറ്റ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ഫ്ലുവൻ്റ്ലി ഇൻ ഇംഗ്ലീഷ് എക്സെപ്റ്റ് PRT ഗെയിംസ് ആൻഡ് PRT ഡ്രോയിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾക്ക് നോക്കാം. പിന്നെ അതുപോലെ തന്നെ ബാക്കി ഉള്ള കാര്യങ്ങള്, ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 5 ജൂൺ 2025 അവസാന തീയതി. ജൂൺ മാസം 5-ാം തീയതിയാണ് അവസാന തീയതിയായിട്ട് വരുന്നത്. പിന്നെ 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 ഇത് പറയുന്നത് ഓക്കെ, അതായത് നിങ്ങളത് ആപ്ലിക്കേഷൻ അയച്ചു കഴിയുമ്പോഴത്തേക്ക് നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺ ടെസ്റ്റ് ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ട്. അത് 6 ജൂണിൽ തന്നെ ആയിരിക്കും അതിന്റെ ഇന്റർവ്യൂ കാര്യം. അപ്പം നിങ്ങൾക്ക് ഇപ്പൊ എക്സാം അവിടെ പോയി കഴിഞ്ഞാൽ, സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് തന്നെ തിരിച്ചു വരാൻ പറ്റും. അപ്പം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ വായിച്ചുകൊണ്ട് ഈ സമയം ലാപ്സ് ആക്കുന്നില്ല. അപ്പൊ ഞാൻ ഈ ചെയ്തതുപോലെ നിങ്ങൾക്കും ചെയ്തുകൊണ്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ കണ്ടെത്തിയിട്ട് ഇതിൽ നിന്ന് കറക്റ്റ് കാര്യങ്ങൾ വായിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഓക്കെ. അപ്പൊ ഈ സ്കൂളിനെ കുറിച്ചുള്ള വിവരണങ്ങള്, കാര്യങ്ങളും മറ്റും എല്ലാം ഈ ഒരു നോട്ടിഫിക്കേഷൻ ടേബിളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഒന്നും കൂടി ഞാൻ പോസ്റ്റ് വേണമെങ്കിൽ ഒന്നുകൂടി പറഞ്ഞു തരാം, ശ്രദ്ധിച്ചിരുന്നോളണം. TGT സയൻസ് ഉണ്ട്, TGT സയൻസ് ഉണ്ട്, അതുപോലെ തന്നെ മാത്സ് ഉണ്ട്, സോഷ്യൽ സ്റ്റഡീസ് ഉണ്ട്, അതുപോലെ തന്നെ ഇംഗ്ലീഷ്, ഹിന്ദി, സംസ്കൃതം. ഓക്കെ, ബാക്കി 2-3 പോസ്റ്റുകൾ ഉള്ളത് PRT കോൺട്രാക്ച്വൽ ബേസ് ആണ്. ഗെയിംസ്, PRT ഹെൽത്ത് വെൽനസ് ടീച്ചർ കോൺട്രാക്ച്വൽ ആണ്. അതുപോലെ തന്നെ PRT സ്പെഷ്യൽ എഡ്യൂക്കേഷനും കോൺട്രാക്ച്വൽ ടീച്ചേഴ്സ് ആണ്. പിന്നെ പാർട്ട് ടൈം ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ട്, ഡ്രോയിങ് ടീച്ചർ അതുകൊണ്ട്. അപ്പൊ അതിന്റെ ക്വാളിഫിക്കേഷൻസ് കാര്യങ്ങളെല്ലാം ഇതിൽ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ അപ്ലൈ ചെയ്യണം, ഏത് രീതിയിലാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ആദ്യം പറഞ്ഞില്ല, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അതൊരു റെപ്പറ്റേഷൻ ആക്കുന്നില്ല. ബാക്കി ഉള്ള കാര്യങ്ങളെല്ലാം ഇതിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ താല്പര്യമുള്ളവർ ദൂരെയൊക്കെ പോയി വർക്ക് ചെയ്യാനായിട്ട്, ഇവിടെയൊക്കെ പോയി വർക്ക് ചെയ്യാനായിട്ട്, ഈ ഫ്ലുവൻസി ഇംഗ്ലീഷിൽ പഠിപ്പിക്കാനായിട്ട് കപ്പാസിറ്റി ഉള്ളവർ, ഫ്ലുവൻസി ഉള്ളവർ, അല്ലെങ്കിൽ ഇപ്പോഴും ടീച്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ നല്ല സാലറിയിൽ സാലറി ഏകദേശം 49,500 രൂപയാണ് സാലറി എന്ന് പറയുന്നത് കേട്ടോ, നിങ്ങളുടെ നോർമൽ സാലറി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് 50,000 രൂപ, 50,000 ആണ് നിങ്ങളുടെ സാലറി എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഏജ് ഉണ്ട്, ഏജ് ഒരുപാട് 23 മുതൽ 50 വയസ്സ് വരെ ഏജ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരുപക്ഷെ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക്, ഇതുവരെയും BEd കഴിഞ്ഞ ജോലി കിട്ടാതെ നിൽക്കുന്ന, അല്ലെങ്കിൽ PSC അപ്ലൈ ചെയ്യാൻ കഴിയാതെ നിൽക്കുന്നവരൊക്കെ ധാരാളമായിട്ട് കാണും. അവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം വേറെ ഒന്നും പറയാനില്ല ഇതിനെപ്പറ്റി. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഇതില് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇനിയിപ്പോ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞതൊക്കെ തന്നെ AF സ്കൂൾ,
chowba.in എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. അതിൽ ഫസ്റ്റ് ഇത് വരുന്നത് തന്നെ അതാ ഇവിടെ റിക്രൂട്ട്മെന്റ് എന്ന് തന്നെ വരും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ വായിക്കാനുള്ള രീതികളെല്ലാം നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആണ്. അപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏജ്, സാലറി, ഏതൊക്കെ പോസ്റ്റിലേക്കാണ് നിയമനം നടക്കുന്നത്, അതുപോലെ തന്നെ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാം. ബാക്കിയെല്ലാം നിങ്ങൾ തന്നെ വായിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ ഇതിൽ വളരെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. ഓക്കെ, വേറൊന്നുമില്ല. അപ്പം അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് വിളിച്ചന്വേഷിക്കാം, വാട്സപ്പിലൂടെ ചോദിക്കുകയും ചെയ്യാം. കറക്റ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഇത് കാണുന്നവർ ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഇനിയും ഇതുപോലുള്ള അപ്ഡേറ്റ്സുകൾ അപ് ടു ഡേറ്റ് ആയിട്ട് ലഭിക്കുന്നതിന് തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നന്ദി. വന്ദേ മാതരം. ജയ് ഹിന്ദ്.